നമസ്കാരം. ഇത് നിബുൻ ചെറിയാൻ എന്ന സാമൂഹ്യ പ്രവർത്തകനല്ലാത്ത ഒരു ഇന്ത്യൻ പൗരൻ. ആ ഇന്ത്യൻ പൗരൻ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളാണ്. അതിലെ ഒരു ദൃശ്യം നമുക്ക് കണ്ടതിന് ശേഷം ആ വാർത്തയിലേക്ക് കിടക്കാം. എത്ര രൂപ അവർ വാങ്ങിക്കണമെന്നുള്ളത് പരാതിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി അതിനുശേഷം നിങ്ങൾ ഡീൽ ചെയ്തോ? ഒരാൾ കച്ചവടം നടത്തുന്നത് അവിടെ ഇല്ലേ? പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും പരാതി ഫോൺ മുഖാന്തരം ഇയാൾ 50 രൂപ വാങ്ങിക്കുന്നത് 50 രൂപ വെച്ച് പിരിക്കുന്നത്. 50 രൂപ ചിലപ്പോ 100 രൂപ ഞാൻ 100 ആക്കും. അടുത്ത മാസം തുടങ്ങി അടുത്ത മാസം തുടങ്ങി ഞാൻ 100 രൂപയാക്കും. അടുത്ത മാസം തുടങ്ങി ഞാൻ 100 രൂപയാക്കും. ഞാൻ പബ്ലിക് വെൽഫെയറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ്? മുൻപ് നിങ്ങളുടെ ഓഫീസറിന്റെ പേര്? എന്റെ പേര് നിപുൺ ചെറിയാന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കട നടത്തുന്നു, ഒരു ഷോപ്പ് നടത്തുന്നു, അയാള് ഇല്ലീഗലായിട്ട് ഷോപ്പ് നടത്തുന്നു. ലൈസൻസ് ഉണ്ട്. അല്ല, ഒരു ഇദ്ദേഹം 50 രൂപ വാങ്ങിക്കരുത് 20 രൂപ വാങ്ങിക്കാണെന്ന് പറയാൻ പോലീസിന് യാതൊരു അധികാരമില്ല. ഇത് ഇവിടെ ഈ സ്ഥാപനം നടത്തുന്ന എന്തെങ്കിലും ഇല്ലീഗാലിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ അന്വേഷിച്ചു. എന്തെങ്കിലും പരാതി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പ് ഇയാളോട് പറഞ്ഞു കേട്ടത് 50 രൂപ വാങ്ങിക്കരുത് 20 രൂപ വാങ്ങിക്കരുത്. You have no right to say anybody. I will take action against you. I will recommend action against you. I will complain to the state government against you. എന്റെ പേര് നിപുൺ ചെറിയാൻ. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ യൂണിഫോം ഇല്ലല്ലോ. ഞാൻ എഞ്ചിനീയറാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. നിങ്ങൾ പേര് എഴുതിയെടുത്തോ? പേരോട്ടസ് എഴുതിയെടുത്തോ? പേരോട്ടസ് എഴുതിയെടുത്തോ? നിപുൺ ചെറിയാൻ. നിപുൺ ചെറിയാൻ. അല്ല, ഞാൻ അടുത്ത മാസം 100 രൂപ അക്കൗണ്ട്. അല്ല, അത് നിങ്ങളാണോ തീരുമാനം? പോലീസ് അല്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഇല്ലീഗാലിറ്റീസ് A601 നാഗാർജുന ഗ്രീൻ വാലി കാക്കനാട്. നിങ്ങളെ ഒരാളോട് 50 രൂപ വാങ്ങിക്കുന്ന 50 രൂപ 20 രൂപ വാങ്ങിച്ചാൽ നിങ്ങൾ പറയണ്ട. താൻ ഒരാളുടെ അടുത്ത് നീ എടാ പോടാന്ന് വിളിച്ച് എന്നോട് സംസാരിച്ചു. നീ സംസാരിക്കുന്നത് എടാ പോടാന്ന് വിളിച്ചാൽ നീ 50 രൂപ വാങ്ങിക്കുന്നവരോട് 20 രൂപ വാങ്ങിക്കണമെന്ന് പറയണ്ട. അത് നീ ആളാവണ്ടോ? നീ പോലീസിന്റെ പണി ചെയ്താൽ മതി. നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി. നീ പോലീസിന്റെ പണി ചെയ്താൽ മതി. ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്ന ആളുടെ അടുത്ത് വന്നിട്ട് 20 രൂപ 50 രൂപ വാങ്ങിക്കരുത് 20 രൂപ വാങ്ങിച്ചാൽ എന്ന് പറയാനായിട്ട് പണി എടുക്കണ്ട കേട്ടോ. അന്ന് നിന്നെ പണി പഠിപ്പിക്കാൻ നീ പോയാ. കഴിഞ്ഞ ഞായറാഴ്ച ചെറായി ബീച്ചിൽ വെച്ച് മുനമ്പം പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടുള്ള M. വിശ്വംഭരൻ്റെ അഴിമതി പ്രവൃത്തി ചോദ്യം ചെയ്തതിന് അദ്ദേഹം ഈ പറയുന്ന നിബുൻ്റെ വണ്ടി നമ്പർ എഴുതിയെടുത്ത് ഭീഷണി മുഴക്കുന്ന ഒരു സ്ഥിരം നമ്പർ ഉണ്ടല്ലോ, പോലീസിൻ്റെ സ്ഥിരം നമ്പർ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുനമ്പം പോലീസ് സ്റ്റേഷൻ SHO ആയിട്ടുള്ള M. വിശ്വംഭരൻ കച്ചവടക്കാരിൽ നിന്ന് നടത്തിവരുന്ന സാമ്പത്തികമായിട്ടുള്ള പിടിച്ചുപറിക്കുള്ള ഒരു ശ്രമം, ആ ശ്രമമാണ് അഴിമതിയായതുകൊണ്ട് ആ അഴിമതി വിരുദ്ധ നിയമമനുസരിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത് നിബുൻ. ആ പറയുന്നത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർക്ക് മുന്നിൽ അദ്ദേഹം ഒരു നിബുൺ ചെറിയാൻ എന്ന് പറയപ്പെടുന്ന നിബുൺ ചെറിയാൻ മാഞ്ഞൂരാൻ സമർപ്പിക്കുന്ന ഒരു പരാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിഷയത്തിലേക്ക് എത്തപ്പെടുന്നത്. വിഷയമായി പറയുന്നത് എറണാകുളം റൂറൽ പോലീസ് ജില്ലാ മുനമ്പം പോലീസ് സ്റ്റേഷൻ SHO ആയിട്ടുള്ള M. വിശ്വംഭരൻ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗിച്ചുകൊണ്ട് പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കച്ചവടക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. സ്ഥിരം പരാതിയാണ് അദ്ദേഹത്തെക്കുറിച്ച്. ആ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച് അഴിമതി നടത്തുന്നത് സംബന്ധിച്ചുള്ളൊരു പരാതിയായിട്ട് പറയുന്നു. FIRന്റെ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. 155/2024 മുനമ്പം പോലീസ് സ്റ്റേഷൻ എറണാകുളം റൂറൽ പോലീസ് ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പോലീസിന് നൽകുന്ന ഒരു പരാതിയാണത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് മലയാള മനോരമ ദിനപത്രത്തിൽ 2024 ഫെബ്രുവരി മാസം 28-ാം തീയതി പ്രസിദ്ധീകരിച്ച പ്രച്ഛന്ന വേഷം കെട്ടി ദ്വീപിലെ ഏമാൻ എന്ന റിപ്പോർട്ട് കൂടി സമർപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നതാണ്: സാർ, ഞാൻ 25 ഫെബ്രുവരി 2024 രാവിലെ 7 മണിയോടെ എറണാകുളം ജില്ലയിലുള്ള ചെറായി ബീച്ചിലെത്തി. അവിടെ എത്തി കുളിച്ചിട്ട് അവിടെ തന്നെയുള്ള അക്വാ വേൾഡ് എന്ന സ്വകാര്യ അക്വേറിയം സന്ദർശിച്ച് ഇറങ്ങുമ്പോൾ, അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പോലീസ് ജീപ്പിൽ ഇൻസ്പെക്ടറായിട്ടുള്ള വിശ്വംഭരൻ എന്ന് പിന്നീട് മനസ്സിലാക്കിയ വ്യക്തിയാണ് കേട്ടോ. ആ പുള്ളി എടാ പോടാ നീ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അത് ഞാൻ ദൃശ്യങ്ങൾ കണ്ടു കാണും, വാക്കുപയോഗിച്ചുകൊണ്ട് അക്വാ വേൾഡ് സ്ഥാപനത്തിൻ്റെ സംരംഭകനെ
ആ സ്ഥാപനം വിൽക്കുന്ന സർവീസിൻ്റെ തുക എന്ന് പറയപ്പെടുന്നത് 50 രൂപയാണ് കേട്ടോ. ആ 50 രൂപയിൽ നിന്ന് അത് കുറച്ച് 20 രൂപയാക്കണമെന്ന ഭീഷണി തകർക്കുകയാണ് അയാൾ. ഈ ഭീഷണി അതെനിക്ക് കാണാനിടയായി എന്നുള്ളതാണ്. ഈ കൃത്യം നടക്കവേ അയാൾ സാധാരണ വേഷത്തിലായിരുന്നു ഈ പോലീസ് ഏമാൻ എന്നുള്ളത്. യൂണിഫോമിലായിരുന്നില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതിനും മാത്രമല്ല അത് ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ ഈ നിപുൺ ചെറിയാനെതിരെ എടുത്ത കള്ളക്കേസാണ് സൂചനയിൽ പറഞ്ഞിട്ടുള്ളത്. ആ FIR അദ്ദേഹം എന്തുകൊണ്ട് സ്വകാര്യ അക്വേറിയം ഉടമയോട് സംസാരിക്കാൻ കാരണമായി എന്ന് വളരെ കൃത്യമായി FIRൽ അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ വിവരം പരിശോധിച്ചാൽ മനസ്സിലാകും എന്നുകൂടി നിപുൺ പറയുന്നുണ്ട്. കാരണം എന്താണ് എന്ന് ആ സമയത്ത് സംഭവിച്ചത്. അദ്ദേഹം ആ സമയം അവിടെ പോലീസിൻ്റെ കൃത്യനിർവഹണത്തിലായിരുന്നില്ല എന്ന് FIR വിവരത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്, വ്യക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. പൊതുജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ചാണ് ഈ സ്ഥാപന ഉടമയോട് ഈ മഹാൻ വിശ്വംഭരൻ സംസാരിച്ചത് എന്നുള്ളതാണ്. FIRൽ സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളത്. സർക്കാർ നിയമനിർമ്മാണത്തിലൂടെയോ അല്ലെങ്കിൽ ഉത്തരവിലൂടെയോ വില നിയന്ത്രിക്കാത്ത ഒരു സേവനത്തിൻ്റെ വിലയെക്കുറിച്ച്, മനസ്സിലായല്ലോ, അത്തരത്തിലുള്ള വിലയെക്കുറിച്ച് എന്തെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലഭിച്ചാൽ പോലും അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ട കാര്യമല്ല. പൊതുജനങ്ങളിൽ നിന്ന് സ്ഥാപന ഉടമ കൂടിയ നിരക്ക് ഈടാക്കുന്നു എന്ന പരാതി ലഭിച്ചു എന്നാണ് ഈ ഇൻസ്പെക്ടറായിട്ടുള്ള വിശ്വംഭരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതുള്ളതാണ്. ആ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കള്ളമാണ്. വിശ്വംഭരൻ തൻ്റെ പോലീസ് പദവി ദുരുപയോഗിച്ച് ഒരു സംരംഭകനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുക, അതായിരുന്നു ലക്ഷ്യം. പണം തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇടപെടുകയായിരുന്നു എന്നത് സുവ്യക്തമാണ്. വിഷയത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചു കഴിഞ്ഞു. ആ പ്രചരണം വന്നതോടുകൂടി ഇയാളുടെ സമാന പ്രവർത്തികളും മറ്റുള്ളവർ അറിയാനിടയായി. ഈ നിപുൺ അറിയാനിടയാണ്. അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, ആ മുനമ്പം പോലീസ് സ്റ്റേഷൻ SHO വിശ്വംഭരൻ അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കച്ചവടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ഉള്ളതാകട്ടെ ഇനി ലൈസൻസ് ഇല്ലാത്തതാകട്ടെ, ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതും ലൈസൻസിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള സംരംഭകരിൽ നിന്ന് ഇത്തരത്തിൽ ആ കച്ചവടക്കാരിൽ നിന്നൊക്കെ മേൽപ്പറഞ്ഞ സംഭവത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം തട്ടിയെടുക്കുന്ന ശ്രമം നടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസിൻ്റെ അധികാര പരിധിയിൽ വരാത്ത വിഷയങ്ങളിൽ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ SHO എന്ന അധികാരം ഉപയോഗിച്ച് അതിനെ ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നുണ്ടോ, ദുരുപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ വിശ്വംഭരൻ എന്ന് പറയപ്പെടുന്ന SHO ചെയ്തിരിക്കുന്നത്. അതായത് കച്ചവടം പൂട്ടിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന ഭീഷണിയിൽ കച്ചവടക്കാർ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇയാൾക്ക് പണം വാഗ്ദാനം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി പണം പിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇയാൾ ചെയ്തു വരുന്നത് എന്നാണ്. മേൽപ്പറഞ്ഞ സംഭവത്തിലും അതായത് ഈ അക്വാറിയം ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇത് സ്പഷ്ടമാണ് എന്നുള്ളതാണ്. സൂചന 2, അതായത് ഞാൻ പറഞ്ഞ പത്രവാർത്ത എന്ന് പറയപ്പെടുന്ന പേരെടുത്ത് പറയാതെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വംഭരൻ വൈപ്പിൻ ദ്വീപിൽ മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ പത്രവാർത്ത ഈ പരാതിയോടൊപ്പം ചേർക്കുന്നു എന്നുകൂടി നിപുൺ പറയുന്നുണ്ട്. പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അതിൽ പലതിലും ഏതെന്ന് ഈ നിപുണിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കണ്ടെത്തിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതി വിരുദ്ധ നിയമങ്ങൾ അനുസരിച്ച് അഴിമതി നടത്തി വരുന്ന മുനമ്പം പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടുള്ള വിശ്വംഭരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നടപടി എടുക്കണമെന്നും ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നിപുൺ ചെറിയാൻ മാഞ്ഞൂരാൻ ഒരു ഹർജി, ഒരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക്. ഇങ്ങനെ ഇത്രയും ഗതികെട്ട രീതിയിൽ ഒരു സാധാരണക്കാരെ പിഴിഞ്ഞു തിന്നുവാൻ ആരാണ് ഇതുപോലത്തുള്ള പോലീസ് ഏമാന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത്? ആരുടെ പിടിപ്പുകേടാണ് ഇതിന് പിന്നിൽ? ഇതുപോലെ പൊതുജനങ്ങളെ, കച്ചവടക്കാരെ, സാധാരണക്കാരെ പിഴിഞ്ഞു തിന്നാൻ നടക്കുന്ന ഇതുപോലുള്ള ചെകുത്താന്മാരെ പോലീസിൻ്റെ തുപ്പിയും ലാത്തിയും ഈ യൂണിഫോമും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇതിനു വേണ്ടി ഇറക്കുന്ന ഏമാന്മാർ മനസ്സിലാക്കുക, ഇവനെപ്പോലുള്ളവൻ്റെ ഈ തൊപ്പിയും ലാത്തിയും യൂണിഫോമും ഒക്കെ പിടിച്ചു വാങ്ങി ഇവനെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. സാധാരണക്കാരൻ ജീവിക്കുന്നത് പോലെ
പണിയെടുത്ത് ജീവിക്കുവാൻ, മേലനങ്ങി ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ ഇവനൊക്കെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ഈ നിപുൺ ചെറിയാൻ പറയുന്ന ഈ പരാതിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. നിപുൺ ചെറിയാൻ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ വിശ്വംഭരനെ പോലെയുള്ള കാപാലികന്മാരുടെ ഇടങ്ങളായി ചെറായിയും മുനമ്പം ബീച്ചും അടക്കം മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇടങ്ങളും മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കച്ചവടക്കാരെ, സാധാരണക്കാരെ അവരുടെ തൊഴിലെടുക്കാൻ സമ്മതിക്കാത്ത വിധത്തിലേക്കാക്കുന്ന ഒരു സമീപനം ഈ മഹത് വ്യക്തി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലുള്ള ജനദ്രോഹികളെ പോലീസ് പദവിയിൽ നിന്ന് തന്നെ പടിയടച്ച് പുണ്ടം വെക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നവർ, ഈ പോലീസ് ഏമാന്മാർക്ക് ആരാണ് ഇത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, ആരാണ് ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായിയും കൂട്ടവും ഇത് മനസ്സിലാക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ഇവർ തിരിച്ചറിഞ്ഞ് ഇതിനകത്ത് പ്രതികരണം ചെയ്യുന്നില്ലെങ്കിൽ, ഈ വിശ്വംഭരനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനൊത്താശ ചെയ്യുന്നത് ഈ ആഭ്യന്തര വകുപ്പിലുള്ളവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല.